എല്ലാ പ്രേക്ഷകർക്കും അസ്ട്രോഫോറിക് മലയാളം യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നിങ്ങൾ അനുഭവിച്ച വേദനയും ദുഃഖവും അവസാനിക്കുന്നു തീർച്ച എന്നുള്ളതിനെക്കുറിച്ചാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെടുമെന്ന് കരുതുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നമുക്ക് ഒന്നാമത്തെ പൈലായ ഈ പുഷ്പം പൈലായി സ്വീകരിച്ചവരുടെ റീഡിങ്ങിലേക്ക് പോകാം. നിങ്ങൾ ഒരുപാട് വേദനയും അപകടനയൊക്കെ അനുഭവിച്ചിട്ടുണ്ട്. ജീവിതത്തിൽ ആഗ്രഹിച്ചതൊന്നും നേടാൻ കഴിഞ്ഞില്ല. ഒരു മിനിമം ലൈഫാണ് നിങ്ങൾക്ക് കിട്ടിയത്. ആ മിനിമം ലൈഫിൽ പക്ഷെ നിങ്ങൾ തൃപ്തി അടഞ്ഞിട്ടുണ്ട്. നിങ്ങളുടെ ഏറ്റവും വലിയ നന്മയും അതാണ്. ഒരു ചായ കുടിക്കാൻ കഴിഞ്ഞാൽ അത്രയും നടന്നു എന്നുള്ള ഒരു ആത്മസംതൃപ്തിയോടെ അത് കുടിക്കാൻ നിങ്ങൾക്ക് സാധിച്ചിട്ടുണ്ട്. വലിയ നേട്ടങ്ങൾ നിങ്ങൾക്ക് നേടാൻ കഴിഞ്ഞില്ലെന്ന് നിങ്ങളും നിങ്ങൾക്കൊപ്പമുള്ളവരും നിങ്ങളുടെ മിത്രങ്ങളും ശത്രുക്കളും ഒക്കെ പറഞ്ഞാലും ശരി, നിങ്ങൾ അതിനെക്കുറിച്ച് ചിന്തിക്കുന്നില്ല. നിങ്ങളതിനെ കാണുന്നത് ഇത്രയും നേടിയല്ലോ എന്നുള്ളതിനെക്കുറിച്ചാണ്. നിങ്ങളുടെ മനസ്സിൻ്റെ നന്മയാണ് ഒരുപക്ഷെ നിങ്ങളങ്ങനെ ചിന്തിപ്പിക്കുന്നത്. നിങ്ങളുടെ മനസ്സ് ഒരിക്കലും അന്യായമായ ഒന്നിലേക്ക് പോയിട്ടില്ല. പോകാൻ പലപ്പോഴും ശ്രമങ്ങളുണ്ടായപ്പോൾ, മനസ്സിൻ്റെ ഭാഗത്തുനിന്ന് ശ്രമങ്ങളുണ്ടായപ്പോൾ നിങ്ങളുടെ പോസിറ്റീവ് എനർജി നിങ്ങളെ തടഞ്ഞു നിർത്തിയിട്ടുണ്ട്. അതുകൊണ്ടതാണ് ഇപ്പോഴും തകരാതെ തളരാതെ തലകുനിക്കാതെ നിങ്ങൾക്ക് നിൽക്കാൻ കഴിയുന്നത്. നിങ്ങളുടെ ജീവിതത്തിലൊരു നേട്ടവും അത് തന്നെയാണ്. വലിയ വിജയങ്ങൾ ഉരുക്കി തീർക്കാൻ ശ്രമിച്ചവർ, വലിയ സോപാനങ്ങളിൽ ഇരുന്നവരൊക്കെ തകർന്നടിഞ്ഞ് വീണത് നിങ്ങൾക്ക് മുമ്പിലാണ്. അവരിൽ ചിലരെക്കുറിച്ച് നിങ്ങൾ അസൂയപ്പെട്ടിരുന്നു മുമ്പ്. ഇവർക്ക് ഇത്രയും സാധ്യതകളുണ്ടല്ലോ, ഇവർക്ക് ഇത്രയും മൂല്യങ്ങളുണ്ടല്ലോ, ഇവർക്ക് ഇത്രയും അവസരങ്ങളുണ്ടല്ലോ എന്നൊക്കെ കഴിഞ്ഞ് നിങ്ങൾ സ്വല്പം നിരാശയോടെ അവരോട് മതിപ്പും നിങ്ങളോട് ചെറിയൊരു പുച്ഛവുമായിട്ട് നിങ്ങൾ പോലും ജീവിച്ചു. നിങ്ങളങ്ങനെ കരുതിയിരുന്നെങ്കിൽ നിങ്ങളോട് ദേഷ്യമുള്ളവരും നിങ്ങളെയും അങ്ങനെ വിജയിച്ചു എന്ന് അവരും നിങ്ങളൊക്കെ വിശ്വസിക്കുന്നവരെ നോക്കിയിട്ട് അവരൊരു പക്ഷെ പറഞ്ഞു കാണും, നിങ്ങൾ പിന്നിലാണ്, അവർ മുന്നിലാണ്. പക്ഷെ അങ്ങനെ ആയിരുന്നില്ല കാര്യങ്ങൾ. ജീവിതം മുന്നോട്ട് പോയപ്പോൾ നിങ്ങൾ കണ്ടെത്തിയതായിരുന്നു ശരി എന്നുള്ളത് ലോകം മനസ്സിലാക്കുന്നു. തകരാതെ തളരാതെ നിലനിൽക്കാൻ കഴിഞ്ഞ ഏക വ്യക്തി നിങ്ങൾക്ക് ചുറ്റുമുള്ളവരിൽ നിങ്ങളാവുകയാണ്. ജീവിതത്തിൽ നിങ്ങൾക്ക് ഈശ്വരൻ നൽകിയൊരു ചൈതന്യമാണ് അതിൻ്റെ ഫലം. ഇപ്പോൾ നിങ്ങൾക്ക് ദുഃഖം ഉണ്ടാവും, നേടാൻ കഴിഞ്ഞില്ല. പക്ഷെ യഥാർത്ഥത്തിൽ നിങ്ങളുടെ ആത്മസംതൃപ്തിയും നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾക്ക് ഈശ്വരൻ നൽകിയ മനോഭാവമാണ് നിങ്ങളുടെ വിജയം. നിങ്ങൾക്ക് വിജയിക്കാൻ ഇരിക്കുന്നതേ ഉള്ളൂ, നിങ്ങൾ നേടാനിരിക്കുന്നതേ ഉള്ളൂ. ആരെങ്കിലുമോ നിങ്ങൾ അവഗണിക്കപ്പെടുകയായിരുന്നു പറഞ്ഞാൽ തള്ളിക്കളഞ്ഞേക്കുക. കാരണം നിങ്ങൾ തകർക്കാൻ കഴിയാത്തൊരു ആത്മവിശ്വാസത്തിൻ്റെ ഉടമയാണ്. ഒരു സ്ത്രീ ആയാലും പുരുഷനായാലും എന്നും ചിരിച്ചു നിൽക്കാനേ നിങ്ങൾക്ക് കഴിയുള്ളൂ. ആത്മവിശ്വാസം തകരാതെ മുന്നോട്ട് പോവുക. അടുത്തതായിട്ട് രണ്ടാമത്തെ ഈ പുഷ്പം സൂര്യകാന്തി പുഷ്പം പൈലായി സ്വീകരിച്ചവരുടെ റീഡിങ്. പുറത്തുനിന്ന് നോക്കുന്ന ആളുകൾക്ക് നിങ്ങൾ വലിയ ആകർഷണം തോന്നും. നിങ്ങൾ ആത്മസംതൃപ്തിയോടെയാണ് ജീവിക്കണമെന്ന് തോന്നും. പക്ഷെ അങ്ങനെയല്ല. നിങ്ങൾക്ക് വേണ്ടി ജീവിച്ചില്ല. നിങ്ങളുടെ ഏറ്റവും വലിയ പ്രശ്നം അത് തന്നെയാണ്. നിങ്ങൾക്ക് വേണ്ടി ഒഴിച്ച് മറ്റെല്ലാവർക്കും വേണ്ടി ജീവിച്ചൊരു ജന്മമാണ് നിങ്ങളുടേത്. നിങ്ങൾക്ക് ഒരുപാട് കഴിയുമായിരുന്നു, നിങ്ങൾക്ക് ഒരുപാട് നേടാൻ കഴിയുമായിരുന്നു. കുറേ നിങ്ങൾ നേടിയിട്ടുമുണ്ട്. പക്ഷേ ഇഷ്ടപ്പെടുന്നവർക്കും സ്നേഹിക്കുന്നവർക്കും വേണ്ടി അത് വീതിച്ചു വെച്ച് കഴിഞ്ഞപ്പോൾ നിങ്ങൾക്ക് കിട്ടിയത് ശൂന്യമാക്കപ്പെട്ട നിങ്ങളുടെ കൈകൾ മാത്രമായിരുന്നു. നിങ്ങൾ എവിടെ ചെന്നാലും നേട്ടം ഉണ്ടാക്കും, നിങ്ങൾ എവിടെ ചെന്നാലും മുന്നേറ്റം ഉണ്ടാക്കും. നിങ്ങളുടെ ആശയങ്ങളും നിങ്ങളുടെ കർമ്മവും ഒക്കെ വിജയങ്ങൾ വരിക്കുകയും റിട്ടേൺസ് നിങ്ങൾക്കതിൻ്റെ മൂല്യങ്ങൾ ലഭിക്കുകയൊക്കെ ചെയ്യും. പക്ഷെ മനസ്സിൽ നിങ്ങൾക്ക് ഒരു ദുഃഖം തോന്നി. ജീവിതത്തിൽ നിങ്ങളെ സംബന്ധിച്ച് ഒരു ദുഃഖം ഉണ്ടായി. കാരണം നിങ്ങൾ ഏറ്റവും കൂടുതൽ സ്നേഹിച്ച ആളുകൾ, നിങ്ങളുടെ ഏറ്റവും പ്രിയപ്പെട്ടതാണെന്ന് കരുതി ആണായാലും പെണ്ണായാലും അവർ നിങ്ങളെ യഥേഷ്ടം വഞ്ചിച്ചു. നിങ്ങളിൽ നിന്ന് മൂല്യങ്ങളൊക്കെ സ്വീകരിച്ചുകൊണ്ട് നിങ്ങളെ തള്ളിക്കളഞ്ഞു. നിങ്ങൾക്ക് ഒരു പിന്തുണയും നൽകാതെ, നിങ്ങൾക്കൊരു സപ്പോർട്ടും നൽകാതെ നിങ്ങളെ കടന്ന് കളഞ്ഞു. അത് നിങ്ങൾക്ക് ദുഃഖമായി, അത് നിങ്ങൾക്ക് വിഷമമുണ്ടായി.
ഇങ്ങനെയൊന്നും പാടില്ലായിരുന്നു എന്ന് നിങ്ങൾ അവരോട് പറയാതെ പറഞ്ഞു. പക്ഷെ അവരത് ശ്രദ്ധിച്ചില്ല. കാരണം അവർക്ക് അപ്പപ്പോഴുള്ള നേട്ടങ്ങളായിരുന്നു വലുത്. അവർ നിങ്ങളിൽ നിന്ന് കടന്നുപോയി, നിങ്ങളെ പറ്റിച്ചുകൊണ്ട് കടന്നുപോയി, നിങ്ങളെ വേദനിപ്പിച്ചുകൊണ്ട് കടന്നുപോയി, നിങ്ങളോട് ആത്മാർത്ഥതയില്ലാതെ കടന്നുപോയി. പക്ഷെ അവർക്ക് പിന്നീട് സംഭവിച്ചതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. അവർ തകർന്നുപോയി. നിങ്ങളെ പറ്റിച്ചതുപോലെ അവർക്ക് വേറെ ആരെയും പറ്റിക്കാൻ പറ്റിയില്ല. പക്ഷെ അവർ സ്വയം പറ്റിക്കപ്പെടുകയായിരുന്നു. അതവർക്ക് ബോധ്യമായിരിക്കുന്നു. അവരുടെ മനസ്സിൽ ആ ചിന്ത വന്നിരിക്കുന്നു. ഇപ്പോൾ അവർ കുറ്റബോധത്താൽ തിരിച്ചു വരാൻ ആഗ്രഹിക്കുന്നു. നിങ്ങളിൽ നിന്നും കിട്ടിയ ഓരോ ഗുണങ്ങളും ഇപ്പോൾ അവർക്ക് ചിന്തിക്കുമ്പോൾ അവരുടെ മനസ്സുരുകുന്ന അവസ്ഥയിലേക്ക് വരികയാണ്. അവർക്ക് താങ്ങാൻ കഴിയുന്നില്ല, അവർക്ക് ഉൾക്കൊള്ളാൻ കഴിയുന്നില്ല. അവർ വല്ലാത്തൊരു മാനസികാവസ്ഥയിലേക്ക് തള്ളപ്പെടുകയാണ്. അവരുടെ പ്രതിസന്ധി വിട്ടൊഴിയുന്നില്ല. മനസ്സിലെ കുറ്റബോധം അവരെ നിങ്ങളിലേക്ക് തന്നെ അടുപ്പിക്കുകയാണ്. ഓരോ നിമിഷവും നിങ്ങളുടെ ചിന്ത അവരെ വേട്ടയാടുന്നുണ്ട്. നിങ്ങളോട് ചെയ്തു പോയതിൽ ദുഃഖമുണ്ട്. നിങ്ങളുടെ മനസ്സിലെ എല്ലാ ദുഃഖവും മാറുകയാണ്, എല്ലാ ദുരിതവും മാറുകയാണ്. നിങ്ങൾക്ക് നല്ലൊരു സമാധാനപരവും സംതൃപ്തമായ ജീവിതം വരികയാണ്. ആരും നിങ്ങൾ കൊള്ളയടിക്കപ്പെട്ടിട്ടും നിങ്ങൾ നശിക്കുന്നില്ല. അതിൻ്റെ ഇരട്ടി അല്ലെങ്കിൽ 10 ഇരട്ടി നിങ്ങളിലേക്ക് ഇനി വന്നു ചേരാനിരിക്കുകയാണ്. ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കൂടാതെ ചാനൽ സബ്സ്ക്രൈബ്